കെ മുരളീധരൻ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണോ? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ കെ മുരളീധരന് അനുകൂലമായൊരു വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ തോറ്റതിന് തൊട്ട് പിന്നാലെ കെ മുരളീധരൻ മാത്രം തോൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ജനങ്ങൾക്കുമുണ്ട്, ഗ്രൂപ്പിലുള്ളവർക്ക്, വിവിധ ഗ്രൂപ്പുകളിലുള്ളവർക്ക്, അതായത് ഗ്രൂപ്പിനതീതമായി കെ മുരളീധരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ കൊള്ളാം. മുൻപ് അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു. ആ സമയത്ത് നടത്തിയ മികച്ച പ്രവർത്തനം ഒക്കെ പല കാലങ്ങളായി മാധ്യമങ്ങൾ വാഴ്ത്തിയിരുന്നതാണ്. ഇതെല്ലാം കേട്ടിട്ടുള്ള പ്രവർത്തകരുൾപ്പെടെ അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ദില്ലിയിൽ യാത്രയും നടത്തി. വിവിധ നേതാക്കളുമായുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. VD സതീശനൊപ്പം തന്നെ കെ സുധാകരൻ, അങ്ങനെ വിവിധ നേതാക്കൾ. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ചുമതലയിലുള്ള VK ശ്രീകണ്ഠൻ, അതായത് MP, പാലക്കാട് MP ഉൾപ്പെടെ അദ്ദേഹത്തെ കണ്ട് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്ന കാഴ്ചകൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നുണ്ട്. കെ മുരളീധരൻ KPCC അധ്യക്ഷനാകുമോ എന്ന ചോദ്യത്തിന് തൽക്കാലം ആകാനൊരു സാധ്യതയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കെ മുരളീധരൻ ഇപ്പോൾ KPCC അധ്യക്ഷനാകാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വയനാട് സീറ്റ് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വയനാട് സീറ്റ് അല്ല വേണ്ടത്. വയനാട് സീറ്റിന് പകരം മത്സരിക്കുക, അതായത് എന്നുള്ളതിനപ്പുറത്തേക്ക്, അതായത് പാലക്കാടും അദ്ദേഹം മത്സരിക്കാനില്ല എന്ന സൂചനകൾ തന്നെ നൽകി കഴിഞ്ഞു. സംസ്ഥാന പൊളിറ്റിക്സിലേക്ക് എത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് KPCC അധ്യക്ഷ സ്ഥാനം, പിന്നീട് സംസ്ഥാന പൊളിറ്റിക്സിൽ, അതിനുശേഷം ഒരുപക്ഷെ വട്ടിയൂർക്കാവിലോ മറ്റോ മത്സരിച്ച് വിജയിക്കുക എന്നതടക്കമുള്ള താല്പര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുരളീധരനെ സംബന്ധിച്ച് മുരളീധരൻ പാർട്ടിയുടെ വലിയ പോരാളിയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വിലയിരുത്തുന്നു. നേമത്ത് പോയി അദ്ദേഹം BJPയോട് പരാജയപ്പെട്ട് 3-ാം സ്ഥാനത്തെത്തുന്നു. സമാനമായി തൃശ്ശൂരിലും BJPയോട് പരാജയപ്പെട്ട് 3-ാമത്തെത്തുന്നു. പക്ഷേ നേമത്ത് CPM വിജയിച്ചതുകൊണ്ട് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വലിയ ആഹ്ലാദത്തിലായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ തൃശ്ശൂരിലെ തോൽവി അദ്ദേഹത്തിനുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അപ്പോൾ മുരളീധരൻ എന്തുകൊണ്ട് KPCC അധ്യക്ഷനാകില്ല എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതിനുത്തരം സംസ്ഥാനത്തെ സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ്. കോൺഗ്രസ്സിനുള്ളിലുള്ള സാമുദായിക സമവാക്യം അനുസരിച്ച് ഒന്നുകിൽ പ്രതിപക്ഷ നേതാവിന് ഒരു പദവി, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ആൾക്ക്, അതായത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കെ മുരളീധരനും ഒപ്പം തന്നെ VD സതീശനും ഏതാണ്ട് ഒരേ സമുദായത്തിൽപ്പെട്ടവർ, ഹിന്ദു നായർ വിഭാഗം, അതായത് മുരളീധരനെ സംബന്ധിച്ച് മാരാർ വിഭാഗം, നായരിൽപ്പെട്ട തന്നെ അങ്ങനൊരു വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ 2 പേർക്ക് അത്തരം താക്കോൽ സ്ഥാനങ്ങൾ UDFിലെ കൊടുത്താൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശനെ മാറ്റേണ്ടി വരും. തൽക്കാലം അതിനുള്ള ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ച് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പുള്ള തൃക്കാക്കര തെരഞ്ഞെടുപ്പ്, അങ്ങനെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ വിജയത്തിലൂടെ മുന്നോട്ട് നയിച്ച നേതാവാണ് VD സതീശൻ എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ നിയമസഭയിലടക്കമുള്ള പെർഫോമൻസുകൾ പരിശോധിച്ചുകൊണ്ട് VD സതീശനെ മാറ്റി നിർത്താനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ പിന്നീട് സ്വാഭാവികമായിട്ട് കുറേ കാലങ്ങളായി ക്രൈസ്തവ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകൾ അത് കോൺഗ്രസിൽ ലീഡർഷിപ്പിലേക്ക് എത്തുന്നില്ല എന്ന പരാതി കുറേ കാലമായിട്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു KPCC അധ്യക്ഷൻ, അല്ലെങ്കിൽ VM സുധീരൻ ആകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം മാറി മാറിക്കൊണ്ട് നിന്നു, അല്ലെങ്കിൽ മുല്ലപ്പള്ളി ആകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ഒരേ ആളുകൾ കൊണ്ട് നടക്കുക എന്നുള്ളത് അത് ഒരു പരിധിവരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ കാലമായി, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഒരു വിടവിന് ശേഷം ഒരു ക്രൈസ്തവ നേതൃത്വങ്ങളിൽ ആരും ആ സ്ഥാനത്തേക്ക്, പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പലർക്കും അത്തരം താല്പര്യങ്ങളുണ്ട്. KPCC അധ്യക്ഷനാകുക എന്നുള്ളത്, പ്രത്യേകിച്ച് അടൂർ പ്രകാശിന് താല്പര്യമുണ്ട്. ഒരു പരിധിവരെ ഇപ്പോൾ MP സ്ഥാനം ലഭിച്ചതുകൊണ്ട് അടൂർ പ്രകാശിന് സാധ്യത കുറവാണ്. അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അടൂർ പ്രകാശിനെ തേടി, അദ്ദേഹം ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ ആ സമുദായത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനും സാധ്യത ഇല്ല.
ആൻ്റോ ആൻ്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ തനിക്ക് കുറച്ചുകൂടി വലിയ പരിഗണന വേണം എന്ന നിലപാട് എടുക്കുന്നുണ്ട്. ക്രൈസ്തവ നേതാക്കളിൽ പലർക്കും, ഇപ്പോൾ ബെന്നി ബെഹനാൻ ഉൾപ്പെടെ പലർക്കും അത്തരം താല്പര്യങ്ങളുണ്ട്. പക്ഷേ തൊട്ട് താഴേക്കിടയിലേക്ക്, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ റോജി എം ജോണിനെ പോലെയുള്ളവരെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കെ സുധാകരൻ താൻ അധ്യക്ഷ പദവി കെ മുരളീധരന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ കെ സുധാകരൻ മാത്രം വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ലത്. കോൺഗ്രസ്സിലൊരു ഹൈക്കമാൻഡ് കൾച്ചറാണ് ഉള്ളത്. അവർ സ്വാഭാവികമായിട്ടും ഈ സാമുദായിക സമവാക്യം, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് മറ്റു പോകുന്നു. ഒരു ക്രിസ്ത്യാനിയെ തന്നെ ന്യൂനപക്ഷ വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ജോർജ് കുര്യനെ BJP കളത്തിലിറക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളെ പരിഗണിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ നിൽക്കുന്നത്. സാധാരണ ഒരു പരിധിവരെ സംസ്ഥാന പൊളിറ്റിക്സിലേക്ക് ആഗ്രഹിക്കുന്ന കെ മുരളീധരനെ സംബന്ധിച്ച് പാലക്കാട് വീണ്ടും മത്സരിച്ചാൽ അത്ഭുതം വരാനില്ല. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് മുരളീധരൻ മത്സരിക്കട്ടെ എന്നൊക്കെയുള്ള ചില വെല്ലുവിളികൾ ഇത്തവണ നടത്തിയിട്ടുണ്ട്. പാലക്കാട് പക്ഷേ VT ബൽറാം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ മത്സരിക്കാനുള്ള സാധ്യതകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വയനാടിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി എത്തിയില്ലെങ്കിൽ ആ സീറ്റ് ലീഗിന് കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും യുവ നേതാക്കൾ അങ്ങോട്ടേക്ക് പരിഗണിക്കപ്പെടുകയാണ് എങ്കിൽ ഒരുപക്ഷെ കെ മുരളീധരന് പാലക്കാടേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP സംസ്ഥാനത്തൊട്ടാകെ നേട്ടമുണ്ടാക്കിയപ്പോൾ പാലക്കാട് 9,000 വോട്ടിന് പിന്നിലായിരുന്നു എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. മുരളീധരനെ പോലെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ കളത്തിലിറക്കിയാൽ ഒരുപക്ഷെ BJPക്ക് അവിടെ വിജയം അസാധ്യമാകും എന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട്. പക്ഷേ മുരളീധരൻ ഇതുവരെയും താല്പര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. മാത്രമല്ല മുരളീധരൻ ഏതാണ്ട് ഒരു വർഷത്തേക്ക് ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വീണ്ടും സജീവമാകുക, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി മത്സരിച്ച് സംസ്ഥാന നിയമസഭയിലേക്ക് എത്തുക, മന്ത്രിയാകുക, ഭാവിയിൽ മുഖ്യമന്ത്രിയാകുക എന്ന തന്ത്രം തന്നെയാണ് കെ മുരളീധരനെ സംബന്ധിച്ചുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കോൺഗ്രസ് പൊളിറ്റിക്സിൽ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് മുരളീധരൻ ഏറ്റവും ഗംഭീരനായൊരു നിയമസഭാ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എതിരാളികൾക്കെതിരെയും പാർട്ടിയിലുള്ളിൽ ഉള്ളവർക്കെതിരെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ മനസ്സിലേക്ക് കുറിക്ക് കൊള്ളുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ ശേഷിയുള്ള ആളാണ് കെ മുരളീധരൻ എന്ന യാഥാർത്ഥ്യവും അവിടെ നിൽക്കുകയാണ്. പക്ഷേ കെ മുരളീധരൻ ഇടയ്ക്ക് പാർട്ടി വിട്ടുപോയതും അടക്കം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പിലേക്ക് കെ മുരളീധരൻ എത്തില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പും അതിൻ്റെ ലീഡർഷിപ്പും ഒക്കെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൊട്ടിപ്പുറത്ത് KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ വലിയ അധികാരത്തോടെ നിൽക്കുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഒരുപറ്റം ആളുകൾ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നു. അതിനിടയിൽ കെ മുരളീധരൻ എവിടെ സ്ഥാനമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? അത് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.